ഇതിൽ നേരെ വരുന്നു പൂളിലേക്ക്. അങ്ങനെ കുറേ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലേ എനിക്ക്. അത് കാല് കുത്തിയതും ലക്ഷറി ഫീലിങ്ങിലേക്ക് ഉണ്ട് ഇപ്പം മാറിയില്ലേ. ഏത് മൂഡ് പണി വരുന്നുണ്ട്. എവിടെ നമ്മുടെ പണപ്പെട്ടി? നമ്മ നീന്തും ആഴം വേണ്ടേ, എന്നാലൊരു രസമുള്ളൂ. നേരെ വന്നിട്ട് മുങ്ങിക്കള്. ഈ സാധനം കുറച്ച് സീനുണ്ടത് അഴകന്നെ അല്ലേ. ബാൽക്കണിയുടെ ഡോർ ഓപ്പൺ ആവില്ല. നല്ല ഒരു പ്രീമിയം ലെവൽ കിച്ചൺ ലൈവായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നു. മഷ്റൂംസ് ഉണ്ട്, പാൻ കേക്ക്സ്, നല്ല പാലട കുടിച്ച് കിക്കായിട്ടൊന്ന് റൂമിൽ പോകണം. അങ്ങനെ മിണുന്ന് അടിച്ചുകൊണ്ടിരിക്കുക. പ്രശ്നം ഷീസ് സൂപ്പർ ഹീറോ. അടവില് കൂടെ നിർത്തണം നീലിനെ. നീയൊക്കെ ഏതാടാ? ഇവിടെ നീരാളി, ക്രാബ്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു 3 day വീക്കെൻഡ് വന്നിരിക്കുകയാണ്. ഞാനും അനസ്കയും ജാബിർക്കയും കൂടിയിട്ട് ഒരു സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്ത് അലൈനിലേക്ക് പോകണ്ട. അന്ന് വെള്ളിയാഴ്ച നേരെ ജുമാക്ക് മുമ്പ് അവിടെ എത്തണം. ജുമ കഴിഞ്ഞിട്ടാണ് ചെക്കിന്. അപ്പോൾ എവിടെയാണ്, എന്താണ് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ കാണാം. ഇന്ന് ഗ്രോസറി പോയി സാധനം മേടിക്കാനാണെങ്കിലും വണ്ടി തുടച്ചിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. ഒരു 3 മാസം ഉണ്ടാവും. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് ആകുമ്പോഴത്തേനും ചായ കുടിക്കാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാലേ, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തും. ഒരു പ്രാവശ്യം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങൂട്ടാ. എന്നിട്ട് എന്താ വെച്ചാല് നമ്മൾ അതിലേക്ക് ഇങ്ങനെ നോക്കും, പഴംപൊരി ഇതൊക്കെ കണ്ടിട്ട് ആദ്യം പഴംപൊരി എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പതുക്കെ അപ്പുറത്തുനിന്ന് ഒരു പ്ലേറ്റ് പുട്ട്, എന്നാ കുറച്ച് ചിക്കൻ കറി. ഇതാണ് നമ്മളെ അവസ്ഥ ഇവിടെ. സംഭവം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 മിനിറ്റ് ഉണ്ടായില്ല. ഒരു ചായ കുടിക്കാൻ കയറിയിട്ടുള്ള അവസ്ഥ നോക്കിയപ്പോൾ ഒരു ചീഫ് ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. കോഴി ഫ്രൈ. പക്ഷെ നമ്മൾ ആദ്യം പഴംപൊരി എന്ന് പറഞ്ഞിട്ട് പുട്ട് പറഞ്ഞെങ്കിലും പഴംപൊരിനെ നമ്മൾ നിരാശപ്പെടുത്തില്ല കേട്ടോ. പഴംപൊരിയും വന്നിട്ടുണ്ട്. അതെ 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 അതെ. പിടിച്ചോ, ഇന്നേക്കൊരു പൊടി. നേരെ അലൈൻ. വയറിൽ ഫ്യൂൽ അടിച്ചിട്ടുണ്ട്. ഇനി വണ്ടിയിൽ കൂടി ഫ്യൂൽ അടിക്കണം. ജബർ ബൈ നബിദിനം ഫിറ്റ് ഓണം മൂഡ്. നല്ലൊരു നബിദിനായിട്ട് ബിരിയാണി വയ്ക്കും. അതെ, ഇന്നാണ് കേട്ടോ ആ ഒരു ഡയലോഗിന് ഒരു പ്രസക്തി വന്നത്. മറ്റേ മാമൂക്കയുടെ ഇതാണല്ലോ, നല്ലൊരു ഓണായിട്ടൊരു ചിക്കൻ ബിരിയാണി കഴിക്കാറുണ്ട്. കൂടെ ആണെങ്കിൽ ഒരു പായസാവാം. പായസം വേണം, പായസം മസ്റ്റാ. സദ്യ ചിലപ്പോ കിട്ടൂല്ലെന്ന് അറിയില്ല, അതിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പായസം മസ്റ്റാ എവിടുന്നേലും. അലൈനായതുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചൊരു ഇത്. എന്നാലും നോക്കാം. നമ്മൾ അലൈനത്തിരിക്കുന്നു. നേരെ ജുമാക്ക് കയറാൻ പോകണ്ടേനി. ഇവിടുത്തെ ഗ്രാൻഡ് മോസ്ക് നമ്മളിവിടെ നിന്ന് ജുമാക്ക് കയറണട്ടാ. അതായത് നടന്നു പോണ പാകിസ്ഥാനി പറഞ്ഞാട്ടത് കണ്ടിട്ട് മക്ക മദീനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവിടെ ഉള്ള പോലത്തെ ആ ഒരു സൺലൈറ്റ് ഷീൽഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടുത്തെ പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗംഭീര പാർക്കിംഗ് ഏരിയ. അത് പെരുന്നാളിലൊരിക്കൽ അവിടെ വന്നിട്ടുണ്ട് ഉപ്പാനൊക്കെ ഇട്ട് നിറയൂട്ട്. അവിടെയൊക്കെ നിറഞ്ഞൊഴുകും ആൾക്കാർ. ഞങ്ങളൊക്കെ എന്നിട്ട് പുറത്തായിരുന്നത്. എന്നെ സംബന്ധിച്ച് ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അലൈന്. ഒരു കൊല്ലത്തോളം ഞാനിവിടെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഉപ്പ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ കാരണം ഈ തടി കണ്ട, തടി 10-20 സംതിങ് വർഷത്തോളം ഉപ്പ ഇവിടെ പണിയെടുത്ത് ഉണ്ടാക്കി തന്ന തടിയാണിത്. അങ്ങനെ കുറേ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടല്ലേ എനിക്ക്. പിന്നെ നമ്മൾ പോകുന്നു. ചിൽഡായിട്ട് അടിക്കാനുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മേടിച്ചിട്ട് റൂമിലേക്ക് പോണ്. വേറെ ഒന്നുമില്ല, പായസം കിട്ടാ. നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. കയറാൻ പോവാണ് ഇന്നിനി ഇവിടെ സ്റ്റേ. നമ്മൾ വന്നിരിക്കുന്നത് അലൈൻ റാഡിസൺ ബ്ലൂവിലേക്കാണ്.
ഹായ്. അത് കാല് കുത്തിയതും ഒരു ലക്ഷറി ഫീലിങ്ങിലേക്കുണ്ട് ഇപ്പം മാറിയില്ലേ. വീക്കെൻഡ് ആയതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്ത് എൻജോയ് ചെയ്യാൻ വന്നവരാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. ചെക്കിൻ പരിപാടിയിലേക്ക് കിടക്കാം. നാളത്തെ ടൈം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ 11 വരെ. പിന്നെ ഇത് തന്നിട്ടുണ്ട്. ഇതിൽ ആക്സസ് കാർഡും ഉണ്ട്. പിന്നെ പൂളിൻ്റെ അവിടെ പോകുമ്പോൾ ഈ കാർഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ടവൽസൊക്കെ തരും. തിരിച്ചു വരുമ്പോൾ അത് തിരിച്ചു വാങ്ങാം. അതൊക്കെ ഏത് മൂഡ് എനിക്കിവിടെ എല്ലാം ഞാൻ ആരാട്ടോ. പായസമുണ്ട്, പപ്പടമുണ്ട്. നമ്മളെ റൂമിലേക്ക് പോവാണ്. ആക്സസ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്നേരം പോകുന്നു, എൻജോയ് ചെയ്യുന്നു. പണി വരുന്നുണ്ട്. ഫാമിലികളൊക്കെ തലവെക്കാൻ പോണല്ലോ നീ. ഫോർത്ത് ഫ്ലോർ അല്ലേ? ഫോർത്ത് സ്റ്റിക്കറാ. ഇതെന്താ പോവാത്ത? അത് നിൽക്കാൻ കാണിക്കണം. ഇവിടെ ഇതിലാവും. യൂസ് യുവർ കീ കാർഡ്. അറിയണോ? കളിയല്ലത്, സ്ഥിരം വരുന്നവർക്ക് അറിയുള്ളൂ. അതെ. എന്താ ലാസ്റ്റ് വന്ന് 8 കൊല്ലം മുമ്പ്. ശരിയാ. നമ്മളറിയില്ല. മറ്റേ ഇല്ലേ ഓട്ടോമാറ്റിക്കലി വൈഫൈ കണക്ട് ആവില്ലേ? അതുപോലെ 431 എക്സ്ട്രാ ബെഡ് അവരോട് പറഞ്ഞിരുന്നു. കാണുന്നു ജബൽ അഫീദ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിരിക്കുന്നു. ഇന്ന് രാജാക്കന്മാര്. മറ്റേ ഡ്രസ്സ് കിട്ടില്ല, വെള്ള ഇങ്ങനെ ഇട്ടിട്ട്. എനിക്കിന്ന് ഇവിടെ എല്ലാം ഉണ്ട്. എന്നിട്ട് കൊക്കക്കോള പോയിട്ട് വെള്ളം പോലില്ലല്ലോ ഇവിടെ. അതെ, നാളെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ട് വിട്ടാ. പാല് ഇതൊക്കെ കൊണ്ടുപോവാ. TV ഉണ്ടാവാൻ പറ്റുമോ? എന്തിന് അതൊരെണ്ണം മേടിക്കാണ്ടിരുന്ന്. അതെടുത്തിടാ. അയൺ ചെയ്യാനുള്ളതുണ്ട്. എന്താ ലോണ്ടറി ബാഗ്, എക്സ്ട്രാ പില്ലോ, ബാത്റൂം വേണ്ട നോട്ടെ. അതാ എല്ലാ വക സാധനങ്ങളും ഉണ്ട്. കണ്ടീഷണർ, ബോഡി ലോഷൻ, ഷവർ ജെല്ല്, ഷാമ്പു, ബാത്റൂമിൽ എന്തിന് ഗ്ലാസ്, ഡെൻ്റൽ കിറ്റ് സാധനങ്ങൾ, ബാത്ത് ടബ്. എന്താ എവിടെ നമ്മുടെ പണപ്പെട്ടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന അത് നോക്കൂ. ഇതെന്തിനത് ഇവിടെ ഓഫീസ് സെറ്റ് പോലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാന് പ്രത്യേകം പറഞ്ഞാന്ന്. നാളെ പണിയുള്ളതുകൊണ്ടേ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാനുള്ളതും സെറ്റപ്പ് ഒക്കെ ആംപ്ലിഫയർ അടക്കമുണ്ട് അവിടെ. അപ്പൊ സ്ഥിരം വരാനുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. കണക്ഷൻ ഔട്ടൊക്കെ അവിടെ ഞങ്ങൾ കണക്ട് ചെയ്യാറ്. ഒന്നും നോക്കണ്ട, എല്ലായിടത്തും. ഡ്രസ്സൊക്കെ മാറി നമ്മൾ പൂളിലേക്ക് പോകുന്നു. ഫാമിലി പൂളുണ്ട്, ബാച്ചിലേഴ്സ് പൂളുണ്ട്. നമ്മൾ രണ്ടിലും പോകുന്നു. മറ്റേതൊക്കെ ഉണ്ട്, അങ്ങനെ സ്ലൈഡ് ചെയ്ത് നിന്നിട്ട് വെള്ളത്തിൽ വീണതല്ലേ, അതൊക്കെ ഉണ്ട് അവിടെ. അത് ചിലപ്പോൾ ഫാമിലി ഇതിലാവും. പോയോക്കാം. നമുക്ക് രണ്ടിലേക്കും ആക്സസ് ഉണ്ട്, രണ്ടിലേക്കും പോവാം നമുക്ക്. ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എത്തിയാ. ഇതായിട്ട് സ്ലൈഡിന്റെ ഒരു പറഞ്ഞ്
നമ്മ നീന്തും അല്ല പിന്നെ എത്ര ഉള്ളൂ ആഴം വേണ്ടേ എന്നാലും ഒരു രസമുള്ളൂ ആഴുണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ അല്ലേ ഇതൊരു പക്ക അമ്യൂസ്മെന്റ് പാർക്ക് മൂടിട്ടോ ഇവിടെ സെറ്റ് സ്ലൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പൂൾ പാർട്ടി ഇതിൽ നേരെ വരുന്നു പൂളിലേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇതുണ്ട് ഈ സാധനമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കാണ് ചെല്ലുക കേറുന്നു കേറുന്നു നമ്മളെ ക്യാമറ നമ്മളവിടെ വെച്ച് കൊടുത്തിട്ടാ ഞാൻ ഫോണിലത് ഷൂട്ട് ചെയ്യണത് കാരണം വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല തെറിച്ചാ അപ്പൊ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഫീലും കിട്ടിയിരിക്കുന്നു. ഇത് പൊളിച്ചിട്ടാ നേരെ വന്നിട്ട് മുങ്ങിക്കാണ്. പൊളി 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 എക്സ്പീരിയൻസ്. അമ്യൂസ്മെന്റ് പാർക്ക് അത് കിട്ടി. മറ്റേ പോലെ ഇതിപ്പോ ലാഭമല്ലോ, സ്റ്റേയും കിട്ടി, അമ്യൂസ്മെന്റ് പാർക്ക് മോഡും കിട്ടി. പൊള്ളിട്ടോ, ഒരു രക്ഷയില്ല. 2-4 തരം റൈഡ് ഉണ്ട്, സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും ഒക്കെ പോകാൻ പറ്റിയതുണ്ട്. കുട്ടികളൊക്കെ ഫുള്ള് ക്യൂ ആണ്, ഫാമിലീസും ഒക്കെ രക്ഷയില്ല. ഈ സാധനം കുറച്ച് സീനുണ്ടത്. കോബ്ര എങ്ങനെയുണ്ട്? അത് കേറിയില്ലെങ്കിൽ ശരിക്കും എന്താ പറയാ, കുറ്റബോധം അടിച്ചിരുന്നത്. ഇവിടുന്ന് ഇതിങ്ങനെ കറങ്ങി വരുമ്പോ വലിയ സീനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുഴിയിലേക്കൊരു വീഴ്ച, 4 ആട്ടോ. എൻ്റെ മോനെ എക്സ്പീരിയൻസ്. നമ്മളിതാ ഇറങ്ങാൻ പോവാണ്. പായസമൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമിക്കല്ലാട്ടാ, നേരെ ജബൽ അഫീത്ത് കയറാണ്. വേറൊക്കെ വീർത്തിരിക്കുന്നുണ്ട് ഫുഡ് അടിച്ച് കയറ്റിയിട്ട്. നേരെ കാണുന്നു ജബൽ അഫീത്ത്. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം വണ്ടികൾ വരുന്നുണ്ട്. അഴകന്നെ അല്ലേ, നല്ല തണുപ്പുള്ള സമയത്തുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പൊക്കെ വരും ഇടയ്ക്ക്. സിസ്റ്റർ, ഓക്കേ, സിസ്റ്ററിന്റെ പേരാണ് വിദ്യ. ഹലോ ഹായ്, വിദ്യയാണോ? വിദ്യ കുടിച്ചിട്ട് വിദ്യയാണോ? എന്തൂട്ട് ഹായ് വിദ്യ, വിദ്യയാണോ? തീർത്തില്ലോ. കൊടല് പോലെ എടുക്കുന്നുണ്ട് റൂട്ടൊക്കെ. എത്തിയോനെ തിരക്കൊക്കെ, ആ ചൂടൊക്കെ വിട്ടിട്ടാ ക്ലാസ് വന്നപ്പോ. തിരക്ക് നോക്കി, ഇത് പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരുണ്ടാവില്ല. ഒരു തിരക്കും ഉണ്ടാവില്ല വിചാരിച്ച് വന്നിട്ട് നോക്കിയേ, കംപ്ലീറ്റ് ആൾക്കാര്. അതായത് ചില സമയത്ത് വരുമ്പോഴേ ഒരു 4-5 ഫാമിലീസ്
മാക്സിമം. ഞങ്ങളൊക്കെ ഒരു ആ ഒരു ലെവലിലൊക്കെ ഉണ്ടായിരുന്നു. ഡ്രൈവൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. ഫ്ലൈറ്റ് വ്യൂ ഇവിടെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു ചെറുപ്പകാലം ഉണ്ടൊക്കെ ഓർമ്മ വരിക. കാരണം ഉപ്പാനൊക്കെ ആയിട്ട് കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. ലൈനിൽ ഞാൻ ഒരു കൊല്ലത്തോളം ഇവിടെ പഠിച്ചത്. അപ്പം അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല ഇവിടെ. കൂടുതലും ഇങ്ങനെ ജബൽ ഹഫീത്ത്, പിന്നെ കുറച്ച് പാർക്കുകൾ, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ട് പോകാനൊക്കെ. അല്ലൈൻ, മുബസ്സറ, ജബൽ ഹഫീത്ത് എന്നൊക്കെ വരുമ്പോൾ എപ്പോഴും ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഫുള്ള്. അങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞ്, ഇന്നത്തെ ഫുൾ എക്സ്പ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ റൂമിൽ പോവുക, സൈഡാവുക. നല്ല ടയർഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ കിടന്നുറങ്ങുന്നു. അടുത്ത ലക്ഷ്യം എന്താ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. എന്തൊക്കെയായിരിക്കും നാളെ നോക്കാം. അങ്ങനെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോകാൻ നിൽക്കുമ്പോൾ ഒരു വിഷയം, ബാൽക്കണിയുടെ ഡോർ ഓപ്പൺ ആവണില്ല. ഈ ബാൽക്കണി തുറക്കണത് എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ ആശാന്റെ ഒരു സാധനം അവിടെ പെട്ടുപോയി. എവിടത്? രാത്രി ജെട്ടി അഴിച്ചിട്ട് ബാൽക്കണിയിലിട്ടു. ഇപ്പൊ ബാൽക്കണി തുറക്കാൻ പറ്റുന്നില്ല. അതെടുക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോലും പറ്റില്ല. റിസപ്ഷനിൽ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ, ജെട്ടി കുടുങ്ങിയത്. ആളെ വിളിച്ചിട്ട് വരാം, അവളോട് പറയാം. ഇതൊക്കെ എന്നോട് കൊണ്ടുവെക്കാൻ പറഞ്ഞേ. താഴേക്ക് പോവാം. 8 മണി മുതൽ 11 മണി വരെയാണ് ഇന്ന് ഫുഡുള്ളത്. നേരത്തെ പോകണ്ട, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐറ്റംസൊക്കെ വന്ന് തീരും. നല്ല തിരക്കുള്ള ദിവസമാണ്. നല്ല ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് എന്ന് കാര്യങ്ങളൊക്കെ കാണാം. ആദ്യം ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് നടന്ന് നോക്കണം എന്തൊക്കെയാണ്. ഇതില്ലാതെ എന്ത് അല്ലേ? എഗ് ഷക്ഷൂക്ക, ബലാലീത്ത്, മീറ്റ് സമൂസക്, ആഷ് ബ്രൗൺ പൊട്ടാറ്റോ, പാൻ കേക്ക് ഉണ്ട്, സോസസ് ഒക്കെ ഉണ്ട്, മഡ് പുഡിംഗ് ഉണ്ട്, ഗ്രിൽഡ് ടൊമാറ്റോ ആൻഡ് മഷ്റൂംസ്, ഓംലെറ്റ്സ്, ചീസ് മനാക്കീഷ്, ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, മോക്ടെയിൽ ജ്യൂസ്, ഇൻഫ്യൂസ് വാട്ടർ, ബേക്ക്ഡ് ഫിഷ്, ബീഫ് മൊർത്തതല്ല, ചിക്കൻ മൊർത്തതല്ല, ചിക്കൻ ബ്രസ്റ്റ് ഫ്ലൈസ്, ടൊമാറ്റോ, കുക്കുംബർ, ലെറ്റ്യൂസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒലീവ്സ്. പിന്നെ ഈ ഒരു ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുണ്ട് കേട്ടോ. ചായ, അവിടെ മിൽക്ക്, അതിൽക്ക് വേണ്ട കോൺഫ്ലെക്സ്, ബിസ്കി, ചോക്കോ പോപ്സ്, ഓട്ട് മീല്. അത് താല്പര്യമുള്ളവർക്ക് അതും അവൈലബിൾ ആണ്. പിന്നെ അവർ ഇൻ്റർനാഷണൽ ബൊഫേ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരം ഐറ്റംസും അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സെയിം റോൾസ്, ചോക്ലേറ്റ് ക്രോസാന്, പ്ലെയിൻ ക്രോസാൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ മഫിൻസും ഇതൊക്കെ ഉണ്ട്. നേരത്തെ ഇവർ പണി തുടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഒരു പ്രീമിയം ലെവൽ കിച്ചൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നു. ഇവിടെ തന്നെ ബേക്ക് ചെയ്ത് ഫ്രഷായിട്ട് കഴിക്കാൻ പാകത്തിന് ഇഡ്ഡലി, സാമ്പാർ ഐറ്റംസൊക്കെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ, ചട്നി, പനീർ മത്താർ, പൊറോട്ട, ലോഫ് മൊത്തമായിട്ട് വെച്ചിട്ടുണ്ട്. ബ്രെഡ്സൊക്കെ ഇതിലുണ്ട് കേട്ടോ. അതൊക്കെ അവർ കവർ ചെയ്ത് ജസ്റ്റ് വെച്ചിട്ടുള്ളതാണ്. ഇവരിത് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാനൊന്നും തൊടാൻ തന്നെ തോന്നില്ല. ഇത്രയൊക്കെ ഭംഗിയില്ല ഇത് ഇവരുടെ അറേഞ്ച് വെച്ചിട്ടുള്ളത്. കിച്ചണായാലും ഈ ഒരു ഏരിയ ആയാലും ഒക്കെ ഭയങ്കര നല്ല വെൽ ക്ലീൻ ആയിട്ടുണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ലൈവ് കുക്കിങ്ങൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. പാൻ കേക്ക്സ് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ തന്നെ അവർ കുക്ക് ചെയ്യുക, നേരെ അതിലേക്ക് എടുത്തിടുക. ആ ഒരു മൂടാണ്.
ലൈവായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നു. ഈ ഒരു ഏരിയ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ലൊരു പ്രീമിയം ലെവലിൽ അവർ നമ്മളിപ്പോൾ എയർപോർട്ട് ലോഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്ര ഇൻ്റർനാഷണൽ ലെവലിൽ ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതേപോലെയാണ് അവർ ഡൈനിങ് ഏരിയ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അയ്യോണ്ട് എടുത്തിട്ട് വായക്കറിഞ്ഞ നമ്മളാണ് ഫോർക്കൊക്കെ എടുത്ത് കുത്തി. We want costly food. Rich man. Costly food. ചേട്ടാ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് എങ്ങനെ പോണ്? We want costly food. താങ്കൾക്ക് വെരി ഡെലീഷ്യസ്, അമേസിങ്. നമ്മൾ ഫുഡ് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എടുത്തു വന്നിട്ടുണ്ട്. ചീസ് പാനാക്കിഷ്, ഹാഷ് പൊട്ടാറ്റോ, മഷ്റൂംസ് ഉണ്ട്, പാൻ കേക്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് എഗ്ഗിൻ്റെ എന്തോ ഒരു സാധനം കേട്ടോ, മീറ്റ് ബോൾ പോലത്തെ ഒരു ഐറ്റമാണ്. കഴിച്ചു നോക്കാം. രണ്ടാമത്തെ ട്രിപ്പുമായി അവനെത്തിയിരിക്കുന്നു. പിന്നെ അടുത്ത ഐറ്റംസ് എടുത്തിട്ട് വരാം. സെക്കൻഡ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ക്രോസാൻഡ് എടുത്തിട്ടുണ്ട്, മഡിൻ കേക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ പാൻ കേക്ക് ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്, കുറച്ച് സാലഡ്സ് എടുത്തിട്ടുണ്ട്, ഡ്രാഗൺ ചിക്കൻ, ബേക്ക്ഡ് ഫിഷ് സ്ലൈസ്, ചിക്കൻ ബ്രസ്റ്റ് സ്ലൈസ് എടുത്തിട്ടുണ്ട്, സോസേജസ് എടുത്തിട്ടുണ്ട്. എന്തോ വെറൈറ്റി പേര് കണ്ടപ്പോൾ എന്തോ എടുത്തു കൊടുത്തിട്ടാ ജാബിർക്ക. എന്താ കൊള്ളാം. ഫൈനൽ റൗണ്ട് മഫിൻസ് എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ സീഡ്, നട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, പൊട്ടാറ്റോ കലശായിട്ട് അതെടുത്ത്. ഡ്രൈ ഫ്രൂട്ട്സിന് വേറെ ഏരിയ. കോഫി വേണ്ടവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ലാത്തെ, മിൽക്ക് ചോക്ലേറ്റ്, ക്യാpuccino, എക്സ്പ്രസ്സോ എല്ലാം ഉണ്ട്. ഒരു തകൃതി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഈ റൂമിലേക്ക്. നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല മൗണ്ടനും മെയിൻ റോഡും എല്ലാം കൂടിയിട്ടുള്ള. നമ്മളിന്നലെ കയറി ഇറങ്ങിയത് കേട്ടോ ജബൽ അഫീത്ത്. ഇത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. സുഖവാസം കഴിഞ്ഞ്. അതെ, കൊട്ടാരത്തിൽ നിന്നും വീണ്ടും കുടിലേക്ക്. ബൈ ബൈ റാഡിസൺ ബ്ലൂ. നീ എങ്ങണ്ടാ? അതെ ഇവിടെ പായസം കുടിക്കാനൊരു ക്രേവ് വന്നപ്പോൾ ടൗണിലെത്തിയ സമയത്ത് ജസ്റ്റ് റനാക്ക് മെസ്സേജ് അയച്ചിരുന്നു, പായസം എവിടെ നല്ലത് കിട്ടുക, കാരണം ഇവിടുത്തെ ഒന്നും അറിയില്ല കാര്യമായിട്ട്. അപ്പം തന്നെ മാമി വിളിച്ചിട്ടാ, അങ്ങോട്ട് വായോ, ഫുഡ് കഴിക്കാനൊക്കെ വായോ, പായസമൊക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചതിൽ നല്ല സന്തോഷമായി. പക്ഷെ നമ്മളപ്പത്തിനും കെട്ടി എവിടുന്നോ ഒരു ഹോട്ടലിൽ നിന്ന് അവിടെ സദ്യയൊക്കെ കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് പായസം മേടിച്ച് പാഴ്സൽ ചെയ്തിട്ടാണ് ചെക്ക് ഇൻ ചെയ്തത്. അപ്പോഴാണ് പിന്നെ വിളിക്കുന്നത്. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ക്രൈവ് കൊണ്ട് മാറിയില്ല, ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല, ആ കിക്ക് വന്നില്ല അല്ലേ, ആ ഒരു കിക്ക് വന്നില്ല പാലടയുടെ. അപ്പം പപ്പടമുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറയാം. അപ്പം ഇനി നേരെ പോണ വഴിക്ക് സിൻഡ ഫ്രഷിൽ കയറിയിട്ട് നല്ല പാലട കുടിച്ച് കിക്കായിട്ടൊന്ന് റൂമിൽ പോകണം. സിൻഡ ഫ്രഷാണ് എയിം. ചിൽഡ് ബോട്ടിൽസ്, ഐസ്ക്രീമും ബഡിക സ്പെഷ്യൽ. പാലട പായസം വിത്ത് റെഡ് വെൽവെറ്റ്, പാലട പായസം വിത്ത് മാംഗോ. പാലട പായസത്തിൻ്റെ ടേസ്റ്റുള്ള ഐസ്ക്രീമിൻ്റെ ഇടയിൽ ഇങ്ങനെ റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ ഇങ്ങനെ കടിക്കുക. ഐസ് ഇതാണ് ക്വാളിറ്റി സാധനം. അത് മാർക്കറ്റ് അങ്ങനെ മിണ്ണ് അടിച്ചുകൊണ്ടിരിക്കുക പ്രശ്നം. ഉണർന്നു ഉള്ളിലെ ആ ഒരു കിഡ് ഇൻസൈഡ് മീ ഉണർന്നു. തുറന്നല്ല കണം ഡെസേർട്ടിൽ കൊണ്ടുവന്നിട്ട്
എന്തൊക്കെ ട്രെൻഡ് ഉണ്ടോ അതൊക്കെ നമുക്ക് അറിയുന്നില്ല. ഒരു കാണിച്ചു കൊടുത്താൽ പറയാം. You need to put one more. ഇവരാണ് Loka between them. Search Loka. Yes. You found it? Yes. She is a superhero. അല്ലേ ഇതിൻ്റെ നടുവിൽ കൂടെ നിർത്തണം നീലിനെ. ചൈന മാർട്ടിൽ വന്നിട്ട് ചൈനീസ് കടയിലൊന്ന് കയറി വെക്കാം. ഇതിൻ്റെ പേരൊന്ന് വായിച്ചേ. ഇത് ചിപ്സ് ചൈനയുടെ ലൈസാ. കാറ്റ് പറഞ്ഞു നോക്കട്ടെ. ഇല്ല, കാറ്റല്ലാത്തിലും സെയിമാ. നമ്മളാകെ പച്ച ലൈസും നീല ലൈസും തിന്നിട്ട് ഇവിടെ നീരാളി ക്രാബ് ഒക്കെയാണ് ഇവിടുത്തെ ഫ്ലേവർ. ഇതെന്താ? അത് മറ്റേ സീവീഡ്. ഇത് ഫഹദിന് സ്പെഷ്യൽ സാധനം കേട്ടോ, സീവീഡിന്റെ. ഫഹദിനും ഷമ്മാസിനും. സീവീഡല്ല, വെറും വീടിന്റെ ആളോ. പക്ഷെ ഒന്ന് മാത്രം മാറ്റല്ല, ഈ കാറ്റ്. അതെല്ലാത്തിലും ഒരേപോലെ. ഏതെങ്കിലും കാറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെ അതെ, 50% കാറ്റ് കുറവുണ്ട്. അങ്ങോട്ടായിട്ടൂടെ നീയൊക്കെ ഏതാടാ? ഇത് ചുക്കി, ഇത് ഡോലു പോലു, അത് ചുക്കി. രണ്ട് പരിപാടിയാണ്. പാലടയും വാങ്ങി, പാലട ഐസ്ക്രീമും വാങ്ങി, ചൈന സ്റ്റോറി കയറിയിട്ട് കുറച്ച് ചിപ്സും ജ്യൂസും ഒക്കെ. ആ ജ്യൂസ് കുടിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ഏകദേശം റൂമിൽ പോവാ, നല്ലൊരു ഉറക്കം, നല്ല ക്ഷീണമുണ്ട്. ആ തുറക്കാൻ പറ്റില്ല. വരുന്നില്ല. ഇതെങ്ങനെ കുടിക്കോ മേലെ ഫുള്ളാക്കരുത്. മറ്റേ സാധനം ഗോലി സോഡ, അതന്നെ ചൈനീസ് ഗോലി സോഡ. ചൈനീസ്. 2 days. റിയൽ പാലസിൽ ഇനി നമ്മൾ നമ്മുടെ കൊട്ടാരത്തിലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അങ്ങനെ എല്ലാ പേടി പറ്റിയില്ലേ? അതായത് ആ റൈഡിലൊക്കെ കയറിയിട്ട് ആ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി കുറെ കാലത്തിന് ശേഷം. അരസ്കൊക്കെ പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടി പോകാം. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ചാടാം. പേടി തന്നെയാണ്, ഹൈറ്റ് പേടി ശേഷം എന്തായിരുന്നില്ലോ, ഒന്നും പോയിരുന്നില്ലല്ലോ ആ ആള്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പോവാം. ഇവനാ പായസം കുടിക്കാൻ പോവാണ്. അപ്പൊ നല്ലൊരു മൂഡ് ക്രിയേറ്റ് വേണ്ടിട്ടേ നല്ലൊരു പാട്ടിടണം. ഏതാവും ഇട് പാലട നല്ല ചില്ലാക്കിണ്ട് ഫ്രിഡ്ജ് കൊടുന്ന് വെച്ചിട്ട് നല്ലൊരു BGM ഇടണം കേട്ടാ. വരട്ടെ. ഏത് മൂഡ്? ഇതൊരു 2-3 ഗ്ലാസ് അടിച്ചിട്ട് ഒരു കിക്ക് വരാണ്ട്. ആ കിക്ക് ഒരു കിടുത്തങ്ങ് എടുക്കാണ്ട്. പായസം മൂഡ് ഫീൽ കിട്ടിയാ സാധനണ്ട്. ഏത് മൂഡ് അത്തം മൂഡ്, ഏത് മൂഡ് പൂക്കള മൂഡ്, ഏത് മൂഡ് മൂഡ്, ഏത് മൂഡ് സാരി മൂഡ്, ഏത് മൂഡ് സദ്യ മൂഡ്, ഏത് മൂഡ് പായസം മൂഡ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.